നമസ്കാരം, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാനായിരിക്കുന്നു. നമ്മൾ അന്നത്തെ വീഡിയോയുടെ ടോപ്പിക് നിങ്ങൾ തംബ്നെയിലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. 2 റീസൺ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം കേട്ടോ. ഓക്കെ, ബൈ ദ വേ കുറച്ച് ദിവസം തിരക്കായതുകൊണ്ടാണ് ബാക്ക് ടു ബാക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത്. ഞാൻ മിസ്സ് ചെയ്ത ഒരു ടോപ്പിക്കുകളിൽ പെട്ടൊരു ടോപ്പിക്കാണ് മമ്മൂക്കാൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവി ഭ്രമയുഗം. ഓക്കെ, ഞാൻ ആദ്യം ബ്രഹ്മയുഗം എന്നൊക്കെ വിചാരിച്ചു, പിന്നെ ഭ്രമയുഗം എന്ന് വായിച്ചു, പിന്നെയാണ് ഇത് ഭ്രമയുഗമാണ് ഈ മൂവിയുടെ പേര്, അതായത് ദി ഏജ് ഓഫ് മാഡ്നസ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മൂവിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത സമയത്ത് 2 കാര്യമാണ് ഞാൻ ഈ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഫസ്റ്റ് തിങ്, ഫെബ്രുവരി 15-ാം തീയതിയാണ് ഈ മൂവി റിലീസ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഒന്ന്, ഞാൻ ഈ മൂവിക്ക് ഇന്ന് ടിക്കറ്റ് എടുത്തു. ഓക്കെ, ഇന്നാണ് ടിക്കറ്റ്സ് ഓപ്പൺ ആയതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ രാവിലെ നോക്കുന്ന സമയത്ത് അത് ഇന്ന് തന്നെയാണ് ടിക്കറ്റ്സ് ഓപ്പൺ ആയത് തോന്നുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ പിന്നെ തീരെ ജസ്റ്റ് പേടിഎം മോളിൽ ഓപ്പൺ ആയില്ല. ആഡ്രസ് സിനിമാസ് മഞ്ചേരിയിലാണ്. 9:30ക്കാണ് ഷോ. ആദ്യം ഇവിടെ വേറൊരു തിയേറ്ററിൽ 10 മണി പറഞ്ഞിരുന്നത്, പിന്നെ 9:30ക്കാണ് ഷോ ഉള്ളത്. ആ ഷോന് കയറി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത്, ഞാൻ ഇതുവരെ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഒരു ഹൊറർ മൂവി കണ്ടിട്ടില്ല. വേറെ റീസൺ ഒന്നുമല്ല, എല്ലാവർക്കുള്ള റീസൺ തന്നെ പേടിയാണ്. പഴയ പോലെ ഹൊറർ മൂവീസിനുള്ള ധൈര്യമൊന്നുമില്ല. കാരണം പണ്ടൊക്കെയാണ് ഈ ഈവിൾ ഡെഡ്, എക്സോസിസ്റ്റ് ഇതുപോലുള്ള മൂവീസൊക്കെ കണ്ടിരുന്നു, ഇംഗ്ലീഷിൽ കേട്ടോ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ധൈര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഭൂതകാലം എന്ന് പറഞ്ഞൊരു മൂവി ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞു കേട്ട സിറ്റുവേഷനിൽ ഇത് ഞാൻ മിസ് ചെയ്തൊരു പടമാണ്. ഷെയ്ൻ നിഗത്തിൻ്റെയും രേവതി മാമൊക്കെ അഭിനയിച്ചിട്ടുള്ള മൂവി അതൊന്ന് ഭൂതകാലം. ആ ഒരു മൂവി എനിക്ക് മിസ്സായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കണം, കാണണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ കമ്മിങ് ടു ഭ്രമയുഗം. ഓക്കെ, ഒന്ന് ഭയങ്കര എക്സൈറ്റിംഗ് എന്ന് വെച്ചാൽ സിദ്ധാർത്ഥ്, അർജുൻ അശോകൻ, പിന്നെ മമ്മൂക്കാൻ്റെ ചിരിയും പല്ലും എല്ലാം. ഇത് ആ ഒരു പ്ലോട്ട് കംപ്ലീറ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ഷോ എങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടുള്ളൊരു മൂവിയാണ്. സാധാരണ ഇതിന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഫാമിലി കൂടാതെ ഒരിക്കലും മൂവീസിന് പോകാറില്ല. മോളോടൊന്നും പറഞ്ഞിട്ടില്ല പടത്തിന് പോകണത്. കാരണം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താ ഹൊറർ മൂവി എന്നുള്ള അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതും കൂടി കൂടെ വരണമെന്ന് പറയുമ്പോൾ കൊണ്ടുപോകാൻ വയ്യല്ലോ. പക്ഷേ എന്താണെങ്കിലും ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും കൂടി ആ ഒരു മൂവി നിർബന്ധമായിട്ട് ഞാൻ എന്തായാലും കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടതിന് ശേഷം മൂവിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരാണ്. നിങ്ങൾ കേട്ടോന്നറിയില്ല, കുഞ്ചമൺ പോറ്റി. ഓക്കെ, കുഞ്ചമൺ പോറ്റി എന്നുള്ളൊരു പേര് നിങ്ങൾ എത്ര പേര് കേട്ടു എന്നുള്ള അറിയില്ല. ഇതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂട്ടിയുടെ ഈ ഒരു ക്യാരക്ടർ കുഞ്ചമൺ പോറ്റിയല്ല ഈ ഒരു ക്യാരക്ടർ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫിക്ഷണൽ മൂവിയാണ്, ഒരു ഫിക്ഷനാണ്, ഒരു സാങ്കല്പിക കഥയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അപ്പോൾ ഇത് നോക്കിയ സമയത്ത് എനിക്ക് എവിടേക്കോ ഇതിങ്ങനെ ഈ ഒരു ചില പേരുകൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ നോക്കിയത്, ആരാണ് കുഞ്ചമൺ പോറ്റി എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് ഈ ഒരു മൂവിയിൽ, ഇതായിരിക്കും അതിൻ്റെ പ്ലോട്ട് എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എവിടേക്കോ കുറച്ച് ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിസംബ്ലൻസ് തോന്നിയ കാര്യം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പഴയ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അവർ എഴുതിയിട്ടുള്ള ഒരു ഇതിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പേരാണ് കേട്ടോ ഈ കുഞ്ചമൺ പോറ്റിയുടെ. അപ്പോൾ ഞാൻ ഇത് കണ്ട കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഓക്കെ, ആരാണ് കുഞ്ചമൺ പോറ്റി? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയോണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ആരാണ് കുഞ്ചമൺ പോറ്റി എന്ന അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ഉത്തരങ്ങളാണ് കിട്ടുക. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നാണ് കുഞ്ചമൺ പോറ്റിയെ പറ്റി പറയുന്നത്. ഇതിൽ കടമറ്റത്ത് കത്തനാരെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് കുഞ്ചമൺ പോറ്റിയുടെ റെഫറൻസ് ഉള്ളത്. ഓക്കെ, ഇനിയാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. ആഭിചാരക്രിയ ചെയ്ത് ആദ്യമായി ചാത്തനെ നേരിട്ട് വരുത്തിയ ആളാണ് കുഞ്ചമൺ പോറ്റിയെ പറ്റി പറയുന്നത്. ഓക്കെ, പോറ്റിയെ പറ്റി പറയുന്നത്. എഴുത്ത് കൊടുത്ത് ചാത്തനോട് അവധി പറയുന്ന പതിവും കുഞ്ചമൺ പോറ്റിക്കുണ്ട്. ഞാൻ പണ്ട് ഈ ശ്രീകൃഷ്ണപരിധി കണ്ടൊരു മൂവിയാണ് പണ്ട് നമുക്ക് ചെറിയ കാലത്ത് കുട്ടിക്കാലത്തൊക്കെ ഈ ഹൊറർ റിലേറ്റഡ് പടത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ. അപ്പോൾ അങ്ങനത്തെ മൂവീസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞത് ഈ പടത്തിനോട് എന്തോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയുണ്ട്. ഇനി പേടിപ്പിച്ച് കൊല്ലുമോ എന്നുള്ളത് അറിയില്ല അടുത്ത കഥ. ഓക്കെ, കടമറ്റത്ത് കത്തനാരുടെ അടുത്ത സുഹൃത്തായിരുന്നു കുഞ്ചമൺ പോറ്റി. പിന്നീട് അദ്ദേഹവുമായി തെറ്റിയതായും പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നെറ്റിൽ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ ഒരുവിധം ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പക്ഷേ അതേസമയം ഒരു കാര്യം കൂടി, ടോംസിൻ്റെ ബാലരമ അമർ ചിത്രകഥയിൽ കള്ളിയങ്കാട്ട് നീലിയെ ഒഴിപ്പിക്കാൻ വരുന്ന മന്ത്രവാദിയായും കുഞ്ചമൺ പോറ്റി വരുന്നുണ്ട്. അതേസമയം ഒന്നിലധികം ആഭിചാരക്രിയകൾ ചെയ്യുന്ന പോറ്റിമാർ ഉണ്ടെന്നും കുഞ്ചമൺ പോറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഒന്നിലധികം ദുർമന്ത്രവാദികൾ പല കാലങ്ങളായി ജീവിച്ചിരുന്നു എന്നും കോട്ടയത്തെ സൂര്യകാലടി മനയിലും ആലപ്പുഴ മാവേലിക്കരക്കടുത്തും ഇവരുടെ പിന്മുറക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും
ഈ സിനിമയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ ചർച്ചകളിൽ ചിലർ ചൂണ്ടിക്കാട്ടി. പക്ഷേ അതേസമയം ഈ ഒരു ഡയറക്ടർ ഇത് നിഷേധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ കുഞ്ചമോൻ പോറ്റിയുടെ സ്റ്റോറിയായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് എന്തുകൊണ്ടോ നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയില്ലേ, മനസ്സിനുള്ളിൽ ഇങ്ങനെ ഓരോ ചിന്ത ഇങ്ങനെ വരിക. ചിലപ്പോൾ ചിലപ്പോൾ ഈ ഒരു എലിമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ കാണാനൊരു രസം ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് എന്നെ സംബന്ധിച്ച് വെച്ചാൽ പേഴ്സണലി എല്ലാവർക്കും ഹൊറർ മൂവീസ് മലയാളത്തിലുള്ളവർക്കൊക്കെ ഈ കുട്ടിച്ചാത്തൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആഭിചാരക്രിയ, പഴയ മന ഇത് റിലേറ്റഡ് ഇതൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ആകാംക്ഷയും ഒരു ഭയം ഉണ്ടെങ്കിൽ കൂടി അതിൻ്റെ കൂടെ ഭയങ്കര ആകാംക്ഷയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ എടുക്കാനുള്ള റീസൺ. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ വർഷത്തെ ഇതേപോലെ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചൊരു മൂവിയാണ് മലൈക്കോട്ടെ വാലിബൻ. ഭയങ്കര പ്രതീക്ഷയോടുകൂടി പോയതാണ് കേട്ടോ. ഒരുപക്ഷെ ചിലപ്പോൾ പ്രതീക്ഷ കൂടിയോണ്ടാണെന്നറിയില്ല. എന്താണെങ്കിലും എനിക്ക് ആ പടം വർക്കൗട്ട് ആയില്ല. ഓക്കെ, വോട്ടെവർ, നമുക്കത് വീണ്ടും അതിലെ പഴയ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ എന്നാലും ഈ ഒരു മൂവി എസ്പെഷ്യലി മമ്മൂക്ക, ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയുക. കാരണം വെച്ചാൽ ഞാനത് സത്യം പറഞ്ഞാൽ റിയാക്ട് ചെയ്യേണ്ടായത്. പിന്നെ ഞാൻ വിചാരിച്ചു മമ്മൂക്കൻ്റെ ആ ഒരു റീല് നിങ്ങളെല്ലാവരും കണ്ടോന്നറിയില്ല. മമ്മൂക്ക റീല് ഇതിനെക്കുറിച്ച് ഈ അൽവാദ മോളിൽ ഇത് UAE വെച്ചിട്ടുള്ള അതിൻ്റെ ട്രെയിലർ ലോഞ്ച് മുന്നോടിയായിട്ട് മമ്മൂക്കൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഈ ഒരു മൂവീൻ്റെ എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിലർ ആണെന്നുണ്ടെങ്കിലും ആ കണ്ണാണെങ്കിലും പല്ലാണെങ്കിലും ചിരിയാണെന്നുണ്ടെങ്കിലും ആ നൃത്തം ഇരുത്തം എല്ലാ സംഭവങ്ങളും മമ്മൂക്കൻ്റെ എല്ലാ സംഗതികളും ഭ്രമയുഗം എന്ന് പറഞ്ഞ മൂവിയിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യും. കാരണം ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് അറിയാറില്ല, ഓർമ്മ ഉണ്ടോ അറിയില്ല, വിധേയൻ എന്ന് പറഞ്ഞ മൂവിയിൽ ചില മൂവിയിൽ അതേമാതിരി വിധേയൻ മാത്രമല്ല ചില മൂവികൾ ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് ആ സിനിമയുടെ പേര് പാലേരി മാണിക്യം, യെസ്, അതൊന്നും മറക്കാൻ പാടില്ലാത്ത മൂവിയാണ്. ഇതുപോലുള്ള പടങ്ങളിൽ മുഖഭാവങ്ങളുണ്ട്. ഇപ്പം ഞാൻ അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കേസ് കിട്ടും. ലാലേട്ടൻ്റെ കിരീടം, അതുപോലെ പല ഇതൊക്കെ ലെജൻഡറി ആക്ടേഴ്സ് ലാലേട്ടനെ കൂടെ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ചില മുഖഭാവങ്ങളുണ്ട്, ആ മുഖഭാവം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ ഒരു ഫേസ് എക്സ്പ്രഷനാണ് ഈ ഒരു പടത്തിന് ട്രെയിലർ വന്ന സമയത്തും ടീസർ വന്ന സമയത്തും കംപ്ലീറ്റ് ആയിട്ട് മമ്മൂക്കാൻ്റെ ആ ഒരു ഫേസിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെയോ ഒരു നിഗൂഢത ഒളിപ്പിച്ച് വെക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നമുക്കത് കാണുമ്പോൾ തന്നെ തോന്നിപ്പോവും ഇതൊന്ന് കാണാൻ തോന്നിയിരുന്നു, ഇതെന്തായിരിക്കും ഈ ഒരു എക്സ്പ്രഷൻ്റെ റീസൺ എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ചിരിയും കണ്ണും നോട്ടവും ഇരുത്തവും പല്ലും ചിരി എല്ലാം ആ ഒരു ടൈപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു February 15 ഈ എന്താ പറയുക ഭ്രമയുഗം, ദി ഏജ് ഓഫ് മാഡ്നസ് റിലീസാവുന്ന സമയത്ത് കാണാൻ ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം പറയാതിരിക്കാൻ വയ്യ, ട്രെയിലറിലാണെന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥാണെന്നെങ്കിലും പിന്നെ നമ്മുടെ അർജുൻ അശോകൻ നല്ല അടിപൊളി പെർഫോമൻസാണ്. അതിനിടയ്ക്ക് കുറച്ച് റൂമേഴ്സ് ഓടിയുമ്പോഴൊക്കെ കാര്യങ്ങൾ കേട്ടു ആസിഫ് അലിക്ക് വെച്ച റോളായിരുന്നു ഇത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു, ആസിഫ് അലി ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയുണ്ട്? ആസിഫ് അലി ചെയ്തിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അടിപൊളി ആയേനെ. കാരണം വെച്ചാൽ ആ കണ്ണും ആ പേടിയും കണ്ണും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആ ഒരു പേടിച്ചിട്ട് നിൽക്കണ ആ കണ്ണുരുട്ടുന്ന സിറ്റുവേഷനൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ ആസിഫ് അലി ഒന്നും കൂടി അർജുൻ അശോകൻ മോശമാണെന്നല്ല കേട്ടോ നമുക്ക് പറയാം. ആസിഫ് അലിയാണ് ഇങ്ങനത്തെ റോൾസിൽ ഞാൻ കാണുന്ന സമയത്ത് ഈ റൂമർ കേട്ട സമയത്ത് ഞാൻ വെച്ചു ചിലപ്പോൾ അടിപൊളി ആയിരുന്നേനെ. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ദിസ് ഇസ് സിനിമ. ഇത് ആർക്കാണോ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അതിനനുസരിച്ച് ക്യാപിറ്റലൈസ് ചെയ്തിട്ടാണ്. എന്താണെന്നുണ്ടെങ്കിലും അർജുൻ അശോകൻ്റെ കരിയറിൽ നല്ല അടിപൊളി ഒരു വേറിട്ട സിനിമയായിരിക്കും ഇത് എന്നുള്ളത് ആ ഒരു ട്രെയിലർ ആൻഡ് ടീസർ കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും കൂടി പേടിൻ്റെ മനസ്സിൽ. കാരണം എന്താ വെച്ചാൽ ഹൊറർ മൂവീസ് പൊതുവേ എനിക്ക് മറ്റേ സലീം കുമാർ പറഞ്ഞാൽ ഈ ഹൊറർ മൂവീസ് പൊതുവേ അലർജി പേടിയുണ്ടല്ലോ കേട്ടോ, ചെറിയൊരു അലർജി. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര പേര് ഈ പടത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്തു എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.